I wish all my dear students a wonderful day. Today, in this session, we are going to discuss a beautiful poem titled Freedom, written by Rabindranath Tagore. So, without wasting much time, let's begin. Okay. Freedom by Rabindranath Tagore. Rabindranath Tagore, born in 7th May 1861, died in 7th August 1941. He was one of the tallest figures in Indian literature. Was born in a highly educated aristocratic family in Calcutta. Most of his early education was done at home. He began writing poems at the age of 8. His formal education began with the liberal father, Rabindranath Tagore, sent him to England in 1878, intending to train him as a barrister like many of his contemporaries. However, the liberated spirit of Tagore could not cope with the conventional education system. Back in India, he participated in the national freedom struggle, that too in his own non-sentimental and unconventional way. In 1901, he moved to Shantiniketan and spent almost the rest of his life there. He became the first Asian and non-European to receive Nobel Prize for Literature in 1913 for his work GEETHANJALI. He returned the honor of knighthood conferred on him by the ruling British government in 1915, protesting against the imperial policies in India. His role in Indian education is seen in the foundation of VISHWABHARAThi University. Tagore's experimentation of the village Swaraj, especially after Gandhi's entry into the politics, was a significant cultural alternative to Western modernization. Two national anthems, India's Jana Gana Mana and Bangladesh's Amar Shonor Bangla, were written by him. He died in 7th August 1941. Rabindranath Tagore ഇന്ത്യയിലെ സാഹിത്യത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബംഗാളി സാഹിത്യത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാവ്യസൃഷ്ടികൾ ലോകമൊട്ടുക്കെയും പ്രചരിപ്പിച്ചു. അദ്ദേഹം കൽക്കട്ടയിലെ ഒരു കുലീന കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിൻ്റെ കവിതകൾ എഴുതാൻ ആരംഭിച്ചത് 8ാം വയസ്സിലാണെന്ന് ചിന്തിക്കുക. അത്രത്തോളം കവിതയിലും സാഹിത്യത്തിലും അദ്ദേഹത്തിന് ആഭിമുഖ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവായ ദേബേന്ദ്രനാഥ് ടാഗോറിൽ നിന്നാണ്. അദ്ദേഹം വളരെ വലിയൊരു വിഷണറി ആയിരുന്നു, വലിയൊരു ചിന്താകൻ ആയിരുന്നു അദ്ദേഹം. ദേബേന്ദ്രനാഥ് ടാഗോർ രവീന്ദ്രനാഥ് ടാഗോറിനെ ഒരു ബാരിസ്റ്ററാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്നു. പ്രഭു കുടുംബത്തിലെ മറ്റെല്ലാവരെയും പോലെ ഹു ഇസ് എ ബാരിസ്റ്റർ ഇസ് എ ലോയർ അല്ലേ, ഒരു വക്കീലാവാനായി തൻ്റെ മകൻ ഒരു വക്കീലാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ദേബേന്ദ്രനാഥ് ടാഗോർ. അതുകൊണ്ട് തന്നെ രവീന്ദ്രനാഥിന് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കണമെന്നതിനാൽ അദ്ദേഹത്തിനെ ഇംഗ്ലണ്ടിലേക്ക് തന്നെ അയച്ചു ഇൻ 1878. എന്നാൽ സാധാരണഗതിയിലുള്ള ഒരു പഠന രീതികളിലും വിദ്യാഭ്യാസത്തിലും പരമ്പരാഗതമായ വിദ്യാഭ്യാസ നയങ്ങളിലൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ രവീന്ദ്രനാഥ് ടാഗോറിന് സാധിക്കുമായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പിതാവിനും അത്തരത്തിലുള്ളൊരു വിഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേബേന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ശാന്തിനികേതൻ സ്ഥാപിച്ചത്. ഇന്നും ശാന്തിനികേതനുണ്ട്. എന്താണ് ശാന്തിനികേതൻ? ഇറ്റ് ഈസ് എ വില്ലേജ് where people gather around, and it is a self-sufficient, self-sustained society. ആളുകളെല്ലാം അവിടെ ജീവിക്കുന്നത് അവരുടേതായിട്ടുള്ള ഒരു ജീവിതക്രമത്തിലാണ്, ഒരു പ്രത്യേക തരത്തിൽ. പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഒരു ജീവിത ശൈലിയല്ല അവിടെയുള്ളത്.
പ്രകൃതിയുമായി വളരെയധികം ഇണങ്ങി പ്രകൃതി ആസ്വദിച്ച് അതുപോലെ തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മോഡൽ സൊസൈറ്റിയായി രൂപീകരിച്ച ഒന്നാണ് ശാന്തിനികേതൻ. അത് ദേബേന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വിഷനായിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അതുമാത്രമല്ല, രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായി ഒരു നോൺ യൂറോപ്യൻ, ഒരു യൂറോപ്യൻ വൻകരയിൽ നിന്നല്ലാതെ പുറത്ത് ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം വിജയിച്ചത്. ഇൻ ദ ഇയർ 1913 ഹി വോൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ ദ ഇയർ 1913 ഫോർ ഹിസ് വർക്ക് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എന്നത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ്. ഗീതാഞ്ജലി, വാട്ട് യു മീൻ ബൈ ദാറ്റ്? വി ക്യാൻ സ്പ്ലിറ്റ് ദാറ്റ് വേർഡ് ഇൻ ടു ടു, അല്ലേ? ഗീത ആൻഡ് അഞ്ജലി. ഗീത മീൻസ് സോങ്, അഞ്ജലി മീൻസ് എ വർഷിപ്പ് ഓർ ഓഫറിങ്, അല്ലേ? പാട്ടിലൂടെയുള്ള ആ ഒരു പ്രാർത്ഥന എന്നർത്ഥം വരുന്ന ഒരു വർക്കാണ് ഗീതാഞ്ജലി എന്നത്. അതിന് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വിഷൻ മുന്നോട്ട് കൊണ്ടുപോയി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ശാന്തിനികേതൻ്റെ ഇന്നത്തെ രൂപമാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയായി അത് മാറി. ദിസ് ഈസ് എ പിക്ചർ ഓഫ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. രവീന്ദ്രനാഥ് ടാഗോർ തൻ്റെ സാഹിത്യ സൃഷ്ടിയിൽ നിന്നും ഉടലെടുത്ത മറ്റു പല മഹത്തായ കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഗീതാഞ്ജലി പോലെയുള്ള വർക്കുകളെങ്കിൽ, രണ്ട് ലോകത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ നാഷണൽ ആന്തം രചിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച വ്യക്തി കൂടിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. ആ രണ്ട് നാഷണൽ ആന്തമാണ് ജനഗണമന, അത് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ്, നാഷണൽ ആന്തമാണ്. അതുപോലെ ബംഗ്ലാദേശിൻ്റെ അമർ ഷോണർ ബംഗ്ല എന്ന നാഷണൽ ആന്തവും രവീന്ദ്രനാഥ് ടാഗോറാണ് രചിച്ചത്. രവീന്ദ്രനാഥ് ടാഗോറിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ എന്ന പദവി നൽകാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ സർ എന്ന പദവി നൽകുന്നതിനെയാണ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് രാജാവോ റാണിയോ ഏതെങ്കിലും ഒരു പ്രമുഖ മേഖലയിൽ നിന്ന് വളരെയധികം പ്രാവീണ്യവും പ്രാഗൽഭ്യവും സിദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു പദവിയാണ് സർ എന്നത്. ആ സർ പദവി നൽകുന്നതിനെയാണ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1915 രവീന്ദ്രനാഥ് ടാഗോറിനായി വെച്ച് നീട്ടിയ നൈറ്റ്ഹുഡ് അല്ലെങ്കിൽ സർ എന്ന പദവി അദ്ദേഹം നിഷേധിച്ചു. എന്താണ് അതിനുള്ള കാരണം? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അരാജകത്വം നിറഞ്ഞ ഇന്ത്യയിലെ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം 1915 അദ്ദേഹത്തിനായി വെച്ച് നീട്ടപ്പെട്ട സർ പദവി അദ്ദേഹം നിരസിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച, രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ച നോബൽ സമ്മാനമാണ് താഴെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രവും അവിടെ നമുക്ക് കാണാൻ കഴിയും. Tagore is referred as the Bard of Bengal. He gained wide acceptance across the globe through the English translation of his works done either by himself or others. Though he was a successful writer in different genres, Tagore was primarily a poet. A notable poetic collection of Tagore include Manasi, published in 1890, Sonar Tari, published in the year 1894, Geethanjali in 1913, Geethamalya 1914, and Balaga in 1916. Geethanjali is a collection of 103 poems, mystic, patriotic, and romantic, selected from his own writings in Bengali and translated into English by the poet himself. രവീന്ദ്രനാഥ് ടാഗോറിനെ പൊതുവിൽ വിളിച്ചിരുന്നത് ബാർഡ് ഓഫ് ബംഗാൾ എന്നാണ്. വാട്ട് യു മീൻ ബൈ ബാർഡ്? ആസ്ഥാന കവി എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആസ്ഥാന കവി എന്ന അർത്ഥം വരുന്ന വാക്കാണ് ബാർഡ് എന്നത്. BARD,
ദ ബാർഡ് ഓഫ് ബംഗാൾ, ബംഗാളിലെ ആസ്ഥാന കവി എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. അദ്ദേഹത്തിന് ലോകമാകമാനം സ്വീകാര്യതയുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇംഗ്ലീഷിൽ തന്നെയും അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. പലതരത്തിൽ അദ്ദേഹം പ്രശസ്തി ആർജിച്ചുവെങ്കിലും ഒരു കവി എന്ന നിലയിലാണ് ടാഗോറിനെ ലോകം അംഗീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് മാനസി. 1890 മാനസി പബ്ലിഷ് ചെയ്യപ്പെട്ടത്. സോണർത്താരി 1894 അത് പബ്ലിഷ് ചെയ്തത്. അതേപോലെ ഗീതാഞ്ജലി, അദ്ദേഹത്തിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ഗീതാഞ്ജലി ഇൻ 1913. ഗീതമാല്യ ഇൻ 1914 ആൻഡ് ബാലക ഇൻ 1916. അതിലേറ്റവും പ്രമുഖവും ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ് ഗീതാഞ്ജലി. അതിൽ 103 കവിതകളുണ്ട്. അതിൽ മായികമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മാജിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ദേശസ്നേഹം വാഴ്ത്തിപ്പാടുന്ന വളരെ പാട്രിയോട്ടിക് ആയിട്ടുള്ള പോയംസ് നമുക്കതിൽ കാണാൻ കഴിയും. ആൻഡ് ഓൾസോ എ റൊമാൻറ്റിക് വൺ, ഒരു പ്രണയനിർഭരമായിട്ടുള്ള ഒരു കവിതകളും നമുക്ക് ആ 103 കവിതകൾ അടങ്ങുന്ന ഒരു സമാഹാരമായിട്ടുള്ള ഗീതാഞ്ജലി എന്ന വർക്കിൽ നമുക്ക് കാണാൻ കഴിയും. For Tagore was not merely political in nature, but a kind of liberation of human spirit from all shackles of oppressive dogmas and conventions. Real freedom constitutes freedom from all kinds of oppression, religious, political, moral, intellectual. He wished his countrymen to be united in their struggles to reach the highest state of freedom, overcoming the narrow domestic strifes and the barriers of caste and creed. Freedom is an evocative document which attempts to state what it means to be free during the days of nationalist campaigns. The poem assumes the great significance when new powers of neoliberal globe try to control our country, when Aung San Suu Kyi said the only real prison is fear, and the only real freedom is the freedom of fear, from fear. She was suggesting the universalism of Tagore's definition of the same. ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല. എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിക്കണം. എന്തെല്ലാം രീതിയിൽ നിന്നുള്ള മതപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, അതുപോലെ മൊറലിസ്റ്റിക് ആയിട്ടുള്ള, സദാചാരപരമായിട്ടുള്ള, അതല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള, ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എല്ലാ തരത്തിലുള്ള മാമൂലുകളിൽ നിന്നും അനാവശ്യമായ ആചാരങ്ങളിൽ നിന്നുമുള്ള ഒരു മുക്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര രാജ്യമായിരിക്കണം ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഫ്രീഡം എന്ന അദ്ദേഹത്തിൻ്റെ കവിത സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യം എന്തായിരിക്കണം എന്നതിനെ വരച്ചു കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കവിതയാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓങ് സാങ് സൂ കി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പ്രശസ്തയായ അവർ പറഞ്ഞിട്ടുണ്ട്, ദ ഓൺലി റിയൽ പ്രിസൺ ഈസ് ഫിയർ ആൻഡ് ദ ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം ഫിയർ. ഭയമാണ് ശരിക്കുമുള്ള തടവറ, സ്വാതന്ത്ര്യമെന്നാൽ ഭയത്തിൽ നിന്നുള്ള മോചനമാണ് എന്ന് ഓങ് സാങ് സൂ കി പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് ഫ്രീഡം എന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ കവിതയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. സോ ദാറ്റ് വാസ് എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു ദ പോം ഫ്രീഡം written by Rabindranath Tagore. Now we are moving on to the text, the poem Freedom written by Rabindranath Tagore.
I'll read out the poem Freedom. Rabindranath Tagore. Freedom from fear is the freedom I claim for you, my motherland. Freedom from the burden of the ages, bending your head, breaking your back, blinding your eyes to the beckoning call of the future. Freedom from the shackles of slumber within. You fasten yourself in night's stillness, mistrusting the star that speaks of truth's adventurous paths. Freedom from the anarchy of destiny. Whole sails are weakly yielded to the blind uncertain winds, and the helm to a hand ever rigid and cold as death. Freedom from the insult of dwelling in a puppet world, where movement are started through brainless wires, repeated through mindless habits, where figures wait with patience and obedience for the masters of show to be stirred into the mimicry of life. This is the poem Freedom, written by Rabindranath Tagore. The poem is addressing the motherland, India. ഈ കവിത മാതൃരാജ്യമായ ഭാരതത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനു മുന്നേ അദ്ദേഹം ഒരു കോട്ട് ആദ്യമേ തന്നെ കൊടുക്കുന്നുണ്ട്. എന്താണത്? ഫ്രീഡം ഫ്രം ഫിയർ ഇസ് ദ ഫ്രീഡം. ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ വിമോചനമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് അദ്ദേഹം ആദ്യ വരിയിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഭയമില്ലാത്ത ഒരു ജനതയ്ക്ക് മാത്രമേ അടിച്ചമർത്തലുകളിൽ നിന്നും തൻ്റെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് ആദ്യമേ പറയുകയാണ്. ഫ്രീഡം ഫ്രം ഫിയർ ഈസ് ദ ഫ്രീഡം ഐ ക്ലെയിം ഫോർ യു മദർലാൻഡ്. മാതൃരാജ്യത്തിനോടായി അദ്ദേഹം പറയുകയാണ്, എൻ്റെ മാതൃരാജ്യമേ, നിനക്ക് വേണ്ടി ഞാൻ അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള മോചനമാണ് എന്നാണ് അദ്ദേഹം ആദ്യ വരിയിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഫ്രീഡം ഫ്രം ദ ബർഡൻ ഓഫ് ഏജസ്, bending your head, breaking your back, blinding your eyes to the beckoning call of the future. വർഷങ്ങളായി, കാലങ്ങളായി, യുഗങ്ങളായി ചുമന്നുകൊണ്ടിരിക്കുന്ന ആ ഭാരം. എന്താണ് ആ ഭാരം? ഇറ്റ് ഈസ് ദ കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് രാജ് എന്ന ആ കോളനി ഭരണത്തെയാണ് ഇവിടെ ബേർഡൻ ഓഫ് ഏജസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ കാലങ്ങളായി ആ ഭാരം താങ്ങിയാണ് മാതൃരാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നുള്ള മോചനമാണ് വേണ്ടത്. മറ്റെന്തെല്ലാമാണ് സംഭവിച്ചത്? ബെൻഡിങ് യുവർ ഹെഡ്, നിൻ്റെ തല കുനിക്കപ്പെട്ടു. അടിമത്തത്തിനാൽ പീഡനങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് നിൻ്റെ മുഖം അല്ലെങ്കിൽ നിൻ്റെ ശിരസ് അത് താണിരിക്കുകയാണ്, കുനിഞ്ഞിരിക്കുകയാണ്. ബ്രേക്കിംഗ് യുവർ ബാക്ക്, നിൻ്റെ നട്ടെല്ല് തകർക്കുമാറ് അത് നിന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞു. Blinding your eyes to the beckoning call of future. What do you mean by beckoning? ഉണർത്തുപാട്ട് എന്നുള്ളതാണ്. ആ ഭാവിയുടെ ഉണർത്തുപാട്ടിൽ നിന്നും എല്ലാം അകറ്റി മാറ്റി നിന്നെ അന്ധയാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഈ ഒരു വലിയ ഭാരം. ആ കോളനി വൽക്കരണത്തിൻ്റെ ആ അമിതമായിട്ടുള്ള ഭാരം നിന്നെ അന്ധയാക്കി മാറ്റിയിരിക്കുന്നു. നിൻ്റെ നട്ടെല്ലിനെ തകർത്തിരിക്കുന്നു, നിൻ്റെ തലയെ കുനിച്ചിരിക്കുന്നു. ആ ചുമടും താങ്ങി നീ വർഷങ്ങളായി നടക്കുന്നു. പിന്നെ എന്താണ് അവിടെ വേണ്ടത്? ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ വിതിൻ. വാട്ട് യു മീൻ ബൈ ഷാക്കിൾ? ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ്. ഷാക്കിൾസ് മീൻസ് ചെയിൻ. ചങ്ങലകളെയാണ് ഇവിടെ ഷാക്കിൾസ് എന്ന് പറയുന്നത്. നിന്നെ ശരീരമാകെ ആ ചങ്ങലകളാൽ മുറുക്കിയിരിക്കുകയാണ്. ആ ചങ്ങലകളെല്ലാം മറുത്തുകൊണ്ട് നീ ആ ഉറക്കത്തിൽ നിന്ന്, വാട്ട് യു മീൻ ബൈ സ്ലംബർ? സ്ലംബർ മീൻസ് ഉറക്കം, അഗാധമായിട്ടുള്ള ഉറക്കത്തെയാണ്, സ്ലീപ്പിനെയാണ് സ്ലംബർ എന്ന് പറയുന്നത്. ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ഓഫ് സ്ലംബർ, ആ ഉറക്കമാകുന്ന ചങ്ങലകളിൽ നിന്നും ഉയർന്ന് വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഉറക്കം
നിന്നെ രാത്രി നിശബ്ദതയിൽ നിന്നും അലസതയിലും കെട്ടിയിടുകയാണ്. വാട്ട് ഈസ് ദാറ്റ് നൈറ്റ്സ് സ്റ്റിൽനെസ്? ദ കൊളോണിയൽ റൂൾ. അന്ധകാരം നിറഞ്ഞ ഒരു തരത്തിലുള്ള വികസനവുമില്ലാതെ ആ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തിൽ അവിടെ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഇരുണ്ട കാലഘട്ടത്തിലാണ് നീ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നുള്ളമെല്ലാം മോചനമാണ് വേണ്ടത്. Mistrusting the star that speaks of truth's adventurous path. Freedom from the anarchy of destiny. സത്യത്തിൻ്റെ ധീരമായ വഴികൾ കാണിച്ചു തരുന്ന നക്ഷത്രത്തെ നിനക്ക് വിശ്വാസമാകുന്നില്ല. What do you mean by that? The political movements that is happening all around India. ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന സ്വാതന്ത്ര്യ സമരം, അതിനെയാണ് അവിടെ വരച്ചു കാണിക്കുന്നത്. സത്യത്തിൻ്റെ ധീരമായ വഴികൾ കാണിച്ചു തരുന്നത് എന്നർത്ഥത്തിലാണ്, അല്ലേ? The truth's adventurous path. Freedom from anarchy. What do you mean by anarchy? Anarchy is a state of confusion, which means അരാജകത്വം എന്നെല്ലാം പറയുന്നതാണ് അനാർക്കി എന്ന് പറയുന്നത്. ഡെസ്റ്റിനി എന്താണ്? ഡെസ്റ്റിനി നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആ ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യസ്ഥാനത്തെയാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. Whole sails are weakly yielded in the blind uncertain winds, and the helm to the hand ever rigid cold as death. വിധിയോടുള്ള അന്ധമായ കീഴ്പ്പെടലിൽ നിന്നുള്ള മോചനം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം. അപ്പോൾ അവിടെയും ഇവിടെയുമായി കാറ്റിൽപ്പെട്ട് ഉലയുന്ന ഒരു പായ്ക്കപ്പൽ പോലെയായി മാറിയിരിക്കുകയാണ് ഈ രാജ്യം. അതിൻ്റെ അമരത്തിരുന്ന ആൾ പിടിവാശിക്കാരനും മരണം പോലെ തണുത്തവനുമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. Why he says so? Freedom from insult of dwelling in a puppet world. ഏത് തരത്തിലുള്ള ലോകത്താണ് ആ രാജ്യം നിലനിൽക്കുന്നത്? It is living in the place of insult. It is dwelling. Dwelling means താമസിക്കുക, അല്ലെങ്കിൽ എവിടെയാണോ വീടുള്ളത് ആ വീടിനെയാണ് dwelling place എന്ന് പറയുന്നത്, അല്ലേ? എത്തരത്തിലുള്ള വീട്ടിലാണ് ആ രാജ്യം താമസിക്കുന്നത്? The insult of dwelling. അപമാനത്തിൻ്റെ ഗൃഹത്തിലാണ് താമസിക്കുന്നത്. ആ ബ്രിട്ടീഷ് രാജ്യത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആ ഒരു അപമാനം സഹിച്ചുകൊണ്ടാണ് അവിടെ കഴിയുന്നത്. അതുമാത്രമല്ല, ഇറ്റ് ഈസ് നൗ ലിവിങ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ്. വാട്ട് യു മീൻ ബൈ പപ്പറ്റ്? നൂൽപ്പാവയാണ് പപ്പറ്റ് എന്നർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് എ ഡോൾ കൺട്രോൾഡ് ബൈ ദ മാസ്റ്റർ യൂസിങ് ദ സ്ട്രിങ്സ്. നൂലുകൾ കൊണ്ട് കെട്ടിയിട്ടുള്ള ആ ഒരു പാവയെയാണ് അവിടെ കാണിക്കുന്നത്. ബ്രിട്ടീഷ് വാഴ്ചയുടെ കൈവശമുള്ള ഒരു കളിപ്പാവ കണക്കെയാണ് ഇന്ന് എൻ്റെ രാജ്യമുള്ളത്. അതിൽ നിന്നുള്ള ആ ഒരു പപ്പറ്റ് അനുഭവിക്കുന്ന ഇൻസൾട്ടുകളിൽ നിന്നുള്ള എല്ലാ മോചനങ്ങളുമാണ്, ആ നൂലുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു വിമോചനമാണ് തൻ്റെ രാജ്യം ആഗ്രഹിക്കുന്നത്. Where movements are started through the brainless wires, repeated through mindless habits. കാരണം ആ വ്യക്തി ഒരു വിദേശിയാണ്. പുറം ലോകത്തു നിന്നുള്ള ശക്തിയുടെ അധീനതയിൽ നിന്നുമാണ് നമ്മുടെ രാജ്യം മോചനം നേടേണ്ടത്. ആ രാജ്യങ്ങൾ, ആ ശക്തികൾ അവ ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും പണ്ട് ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ദ മൈൻഡ്ലെസ് ഹാബിറ്റ്. എന്താണോ ചെയ്ത തെറ്റ്, എന്താണോ ചെയ്ത പിഴ, ആ പിഴകൾ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആവർത്തിക്കുകയാണ്. അതുമാത്രമല്ല, where the figures wait with patience and obedience for the master of show. വിദേശിയായിട്ടുള്ള ആ ഭരണാധികാരി, ആരാണ് ആ ഭരണാധികാരി? The figure that is there is the British power. വിദേശിയായിട്ടുള്ള ഭരണാധികാരിയുടെ ക്ഷമയും അനുസരണയോടും കൂടി നമ്മൾ ഒരുമിച്ച് ചുമക്കുകയാണ്. The obedience എന്താണ്? What do you mean by obedience? ഒരു അനുസരണ കാണിച്ചുകൊണ്ട്. അതുപോലെ പേഷ്യൻസ്. വാട്ട് യു മീൻ ബൈ പേഷ്യൻസ്? ക്ഷമയും അനുസരണയുമുള്ള ഒരു അടിമ കണക്കെയാണ് അവിടെ നിൽക്കുന്നത് ഭാരതം, അല്ലെങ്കിൽ തൻ്റെ രാജ്യം. എപ്പോഴാണോ മാസ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് രാജാവ്
വിളിക്കുകയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പവറിലുള്ള ആളുകൾ വിളിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ അനുസരണയും ക്ഷമയോടുകൂടി മുന്നിലേക്ക് പോകുന്ന ഒരു ഫിഗറായി മാറിയിരിക്കുകയാണ് തൻ്റെ രാജ്യം. അതിൽ നിന്നുള്ള എല്ലാ മോചനവുമാണ് തൻ്റെ നാടിന് വേണ്ടത് എന്ന് അദ്ദേഹം ഉദ്ഘോഷിക്കുകയാണ്. ആൻഡ് ടു ബി സ്റ്റേർഡ് ഇൻ ദ മിമിക്രി ഓഫ് ലൈഫ്. തൻ്റെ രാജ്യം ഇന്ന് ജീവിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ജീവിതമല്ല, കാരണം അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ കാണിക്കുന്നതെല്ലാം അതുപോലെ ആവർത്തിച്ച് കാണിക്കുവാൻ മാത്രമേ തൻ്റെ രാജ്യത്തിന് ഇപ്പോൾ കഴിയുന്നുള്ളൂ. ആ രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരാണ്. അവർക്ക് ഈ നാടിൻ്റെ പുരോഗമനത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല എന്നുള്ളതും അദ്ദേഹം ഇവിടെ നമുക്ക് മുന്നിൽ എഴുതി കാണിക്കുന്നു. To be stirred in the mimicry of life. What do you mean by mimicry? അത് അനുകരണ കലയാണ് അല്ലേ? Mimicry of life. Yes. This is a beautiful poem written by Rabindranath Tagore. Now we will move on to the poetic devices used in this poem. ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള poetic deviceകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. There is alliteration in this poem. What do you mean by alliteration? The repetition of a consonant sound which comes in a line. ഒരു വരിയിൽ തന്നെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസണൻറ്റ് സൗണ്ട്സിനെ അപ്പിയറൻസിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ തരത്തിലാണ് ഇവിടെ അലിറ്ററേഷൻ ഉള്ളത്? ലിസൺ ടു ദ ഫസ്റ്റ് ലൈൻ. ഫ്രീഡം ഫ്രം ഫിയർ ഇസ് ദ ഫ്രീഡം. ദർ ഇസ് ദ സൗണ്ട് ഫ് ഇസ് റിപ്പീറ്റഡ് ദർ. ഫ്രീഡം ഫ്രം ഫിയർ. ഫ് 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 എന്ന് ആ സൗണ്ട് റിപ്പീറ്റഡ് ആയി പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ alliteration. And one another alliteration is there in this poem, which comes in the third line. Freedom from the burden of ages, bending your head, breaking your back, blinding your eyes, and beckoning call of the future. The lines shows the sound repeated as the b sound. b എന്ന സൗണ്ട് അവിടെ റിപ്പീറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ്? ബേർഡൻ, ബെൻഡിങ്, ബ്രേക്കിംഗ്, ബ്ലൈൻഡിങ്, ബെക്കണിങ്. അങ്ങനെ ആ ബ സൗണ്ട് അവിടെ റിപ്പീറ്റഡായി പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് അനദർ poetic device. So we have two alliteration in this poem, and there is an image of the power, the master in this poem, which is obviously the master is who? The British Raj, അല്ലെങ്കിൽ ആ കോളനി ഭരണത്തെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദർ ഇസ് എ മെറ്റഫർ ഓഫ് ബേർഡൻ അല്ലേ? ആ ബേർഡൻ എല്ലാം കാണിക്കുന്നത് എന്താണ്? ആ കോളനി ഭരണത്തെയാണ് പലതരത്തിലുള്ള ഇമേജുകളിലൂടെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ബേർഡൻ ആയിട്ടും മാസ്റ്റർ ആയിട്ടും അങ്ങനെ പല രീതിയിൽ that image comes in front of us. Okay, I hope the poem is clear to you, and thank you for